ഞങ്ങൾ ഇത്രയും ദിവസം നീണ്ടുപോകുമെന്ന് പ്രതീക്ഷിച്ച് വന്ന ആളുകളൊന്നുമല്ല. പക്ഷേ സർക്കാർ വളരെ പിടിവാശിയിലാണ്. വളരെ ന്യായമായൊരു ഡിമാൻഡ് ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ഈ സമരത്തെ അവർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. 232 രൂപയ്ക്ക് പണിയെടുക്കുന്ന ആളുകൾക്ക് അതിന് കഴിയില്ല. അതിൽ 100 രൂപയോളം വണ്ടിക്കൂലി ഇനത്തിൽ പോകും. അങ്ങനെ 100-150 രൂപയ്ക്ക് പണിയെടുക്കാൻ നിർബന്ധിതമായിരിക്കുന്ന ആശാവർക്കർമാർ സമരമുഖത്തേക്ക് വന്നിട്ട് 32 ദിവസം പിന്നിടുന്നു. ആ സമയം അതിനിടയിലാണ് ഈ പൊങ്കാല വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ നല്ലൊരു ശതമാനവും ഇത്തരം വിശ്വാസമുള്ള ആളുകൾ തന്നെയാണ്. അവർ അവരുടെ വിശ്വാസപരമായ പൊങ്കാലയാണ് ഇവിടെ അർപ്പിക്കുന്നത്. ഈ സമരം ഇന്ന് ദേശാഭിമാനിയിലെ ഒരു എഡിറ്റോറിയൽ വായിച്ചായിരുന്നു. അതിൽ ആശാവർക്കർമാരുടെ സമരം അത് പൊള്ളത്തരമാണ്, നിങ്ങളുടെ സമരത്തിൻ്റെ പൊള്ളത്തരം ഓരോ ദിവസം പുറത്തേക്ക് വരുന്നു, കേന്ദ്രമാണ് അത് വർദ്ധിപ്പിക്കേണ്ടത്, പക്ഷേ BJP നേതാക്കളെ നിങ്ങൾ സ്വീകരിക്കുന്നു, അങ്ങനെ വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ട്. എന്താണ് അതിൽ പറയാനുള്ളത്? അവർക്ക് കുറച്ച് നേരത്തെയൊക്കെ പറയുന്നതാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ സത്യം ഇനിയെങ്കിലും പറയണം. ഞങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തതയുണ്ട്. സംസ്ഥാന സർക്കാരാണ് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും അതത് സംസ്ഥാനങ്ങളാണ് അവരുടെ ഓണററി വർദ്ധിപ്പിക്കുന്നത്, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുന്നത്, വിരമിക്കൽ പ്രായം പ്രഖ്യാപിക്കുന്നത്. ഇതൊക്കെ ചെയ്ത് സംസ്ഥാന സർക്കാരാണ്. ഞങ്ങളത് ആവശ്യപ്പെട്ടിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. കേന്ദ്രത്തിനെതിരെ തീർച്ചയായിട്ടും പ്രക്ഷോഭം ആവശ്യമാണ്. ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു യോജിച്ച പ്രക്ഷോഭത്തിന് ഞങ്ങൾ വളരെ പൂർണ്ണ മനസ്സോടുകൂടി തയ്യാറാണ്.